ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതേ ചാക്കിനകത്തെ ചേമ്പ് കൃഷിയാണേ. ഒരു പ്രാവശ്യമെങ്കിലും ചേമ്പ് നമ്മൾ പുഴുങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ അത് സാധാരണ പോലെയല്ല നമുക്ക് ചെയ്യേണ്ടത്. ചേമ്പിൻ്റെ വിത്ത് വാങ്ങിച്ച് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി മുറിച്ച് പാത്രത്തിനകത്തിട്ട് ഉപ്പിട്ട് വേവിക്കണം. എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടേ അതിനകത്തോട്ട് ഇച്ചിരി കാന്താരിമുളകും ഉപ്പും ഉള്ളിയും വെളിച്ചെണ്ണയും ചിലരാണെങ്കിൽ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട്. അത് അതിനകത്തോട്ട് ഇട്ടിട്ട് ചേമ്പ് നല്ലപോലെ കുടയണം. എന്നിട്ട് തണുക്കുമ്പം തീരെ തണുത്തിട്ടല്ല, നമുക്ക് ചേമ്പിനൊക്കെ ഉള്ളിൽ നല്ലോണം പിടിക്കുന്ന സാധനമാണേ. അപ്പോൾ നമ്മൾ നല്ല ചൂടോടെ ഉണ്ടാക്കുന്ന ഉടനെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തൊണ്ട പൊള്ളും. ആ ഒരു രീതി മാറിക്കഴിയുമ്പം ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ചേമ്പ് തിന്നിട്ടുള്ളവരൊക്കെ നമ്മുടെ വീട്ടിലും ചേമ്പ് വളർത്തണം എന്ന് ആഗ്രഹിക്കാതിരിക്കത്തില്ല. അപ്പോൾ അതിന് സ്ഥലവും സൗകര്യം. പണ്ടൊക്കെ ചേമ്പ് നടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴി കുത്തി കരികിലെല്ലാം കൂടെ വാരിയിട്ടിട്ട് അതിനകത്തോട്ട് ചേമ്പ് നടും. ചാണകപ്പൊടി ഉള്ളവരാണെ ഇടും, അല്ലാത്തവർ അങ്ങനെയും ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ നട്ടു നോക്കാറുണ്ട്. അതിന് സ്ഥലവും സൗകര്യവും ഇല്ലാത്തവരില്ലേ. ഇനി സ്ഥലവും സൗകര്യവും ഉണ്ടെങ്കിൽ പോലും ഈ പാത്രത്തിനകത്ത് കണ്ടോ, ഈ പാത്രത്തിനകത്ത് ചേമ്പ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചേമ്പുണ്ടായപ്പം വിളവെടുക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണേ. ഈ പാത്രങ്ങൾക്കകത്ത് ചേമ്പ് നട്ടാലത്തെ ഒരു പ്രശ്നം എന്നാണെന്നറിയോ? പാത്രത്തിൻ്റെ സൈഡിൽ ചെന്ന് ചേമ്പിൻ്റെ വിത്ത് പോയി മുട്ടിയിരിക്കും. നല്ലോണം ഉണ്ടാകും, എന്നാലും പോയി മുട്ടിയിരിക്കുമ്പം അത് അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലാണ് ചേമ്പ് വരുന്നത്. അതിൻ്റെ ആഴത്തിൽ അവർക്ക് വളരാൻ പറ്റാതെ പോകും. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഈ പ്രാവശ്യം ചേമ്പ് ചാക്കിൽ കൃഷി ചെയ്യാം. ചാക്കിലാണ് കുറച്ചും കൂടെ കൂടുതൽ നല്ല കേട്ടോ. നിറയെ വിത്തുകൾ ഉണ്ടാകും. നിറയെ വിത്തുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ചാക്കിനകത്ത് ചേമ്പ് കൃഷി ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചേമ്പിൻ്റെ തടയാണ്. ഇങ്ങനെ ചേമ്പിൻ്റെ തടയുള്ളവർക്ക് തടയെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചേമ്പിൻ്റെ വിത്തുകളില്ലേ, ആ വിത്തുകൾ നട്ടാലും നിറയെ ഉണ്ടാകും. കാരണം ഇപ്പം ഞാൻ എൻ്റെ ടെറസിൽ കൊണ്ടുവന്ന് ചേമ്പൻ തടയായിട്ട് നട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ചേമ്പിൻ്റെ വിത്തുകൾ തന്നെയാണ് നട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോഴും നല്ലോണം ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഇപ്പം എനിക്ക് ചേമ്പിൻ്റെ തട ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇത് നിറയെ വിത്തുകൾ പൊട്ടിക്കിട്ടാൻ എങ്ങനെ നടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ചൊരു സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് കമൻ്റ് ഇട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചേമ്പ് നടാനായിട്ട് ഞാൻ ഒരു ചാക്ക് എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഈ ചാക്കിനകത്തോട്ട് ഇതൊക്കെ നമ്മൾ കാടും പുല്ലും ഒക്കെ പറമ്പിൽ നിന്ന് പറിച്ചിടുന്നതാണേ. അത് കുറച്ചിങ്ങോട്ട് വാരി നിറയ്ക്കാൻ പോവാണേ. നിറച്ചിട്ട് കാണിക്കാം. അപ്പം ഇതുപോലെ ചപ്പും ചവറും പുല്ലും ഒക്കെ നമ്മൾ പറിക്കുന്നത് മതി. അതുപോലത്തെ സാധനങ്ങളെല്ലാം കൂടെ പ്ലാസ്റ്റിക് കൂട എങ്ങനെ വന്നെന്ന് പറഞ്ഞാലും പ്ലാസ്റ്റിക് കൂടെ എപ്പോഴും കാണും. നമ്മളിതിനകത്തല്ലേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട്. അപ്പം നമ്മൾ അത് ഒരു നല്ലൊരളവിൽ നമുക്ക് ഇതിനകത്തോട്ട് വാരി നിറയ്ക്കാം കേട്ടോ. കുറച്ചേ ആയിട്ടുള്ളൂ. നമുക്ക് ബാക്കി കുറച്ചും കൂടെ. ഇത് കണ്ടോ, ചതുരപ്പയറിൻ്റെ വിത്ത് മേളിൽ നിന്ന് വീണിരിക്കുന്നതുണ്ടോ, കിളുത്ത് തൈയായി. എന്നാൽ പിന്നെ അത് കളയേണ്ടത് അവിടെ നിന്നോട്ടെ. ഇവിടുന്ന് തന്നെ നമുക്ക് അതിനെ അങ്ങോട്ട് വളർത്തി വിടാം. നല്ല ഉണ്ടോ, കരികിലെല്ലാം കൂടെ ചേർന്ന് ഉണങ്ങി പൊടിഞ്ഞ മണ്ണാട്ടെ. ഇത് മണ്ണല്ല, ശരിക്കും പറഞ്ഞാൽ പുല്ലും ഒക്കെ അഴുകിയിട്ടുണ്ടായിരിക്കുന്ന മണ്ണാണേ. അതുപോലത്തെ സാധനമാണ് നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ. കണ്ടോ, ഇതിപ്പോൾ ഒരു 1/4 ചാക്ക് വരെ ഇതേപോലത്തെ മണ്ണ് നമ്മൾ നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് കരികില മാത്രമായിട്ട് വേണമെങ്കിലും നിറയ്ക്കാം. ഇതിനകത്തെല്ലാം കരികിലയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇത്രയും ഭാഗം നിറച്ചിട്ടുണ്ട്. ഇതെടുത്ത് നമ്മൾ ചേമ്പ് വെക്കുന്നിടത്തോട്ട് കൊണ്ടുപോകാൻ പോവാണേ. നല്ല കനമുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് കുറച്ച് മണ്ണിങ്ങോട്ട് എടുക്കുവാണേ. ഇത് മുഴുവനും കരികിലയാണ് കണ്ടോ. കരികില ഇടുന്നില്ല എന്ന് വിചാരിക്കേണ്ട. ഈ മണ്ണ് ഇതുപോലെ അഴുകിയ സാധനങ്ങൾ എടുക്കാനില്ലാത്തവരാണെങ്കിൽ കരികില തന്നെ നിറയ്ക്കുന്നതാണ് നല്ലതേ. നമ്മളെ ആ വാരിക്കൊണ്ട് പോയതേ കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഇതെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയാണെങ്കിലും നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പാടായിരിക്കുമോ. കൊണ്ടിട്ടിട്ട് വരാം. ഇനി നമ്മൾ അത്രയും മണ്ണല്ല, കരിയിലയും കമ്പോസ്റ്റും പുല്ലും എല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചകിരിയാണേ. ഇത് നമുക്കിപ്പോൾ ഇവിടെ തേങ്ങ പൊതിക്കുമ്പോൾ കിട്ടുന്ന ചകിരിയാണ്. അപ്പോൾ അതിവിടെ കിടന്നാൽ വെറുതെ പോവുകയില്ലേ.
അതുകൊണ്ട് ഞാൻ കുറച്ച് ചകിരിത്തൊണ്ട്, ഈ ചേമ്പ് കൃഷി ചെയ്യുമ്പം ചകിരിത്തൊണ്ട് ഭയങ്കര നല്ല കേട്ടോ, നല്ലോണം വിത്തുകളുണ്ടാവും. ഇത് നമ്മൾ ഇതിനകത്ത് നേരെ ഇങ്ങനെ തന്നെ വെക്കുന്ന, കമത്തിയല്ല കേട്ടോ, തുറന്നിരിക്കുന്ന പോലെ അല്ലെങ്കിൽ തൊണ്ട് മലർത്തിയാണ് നമ്മളിവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, മാക്സിമം സ്ഥലത്തേക്ക് നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് മോളിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉണങ്ങിയ ഇല. ഇപ്പം ഈ മഴയൊക്കെ പെയ്ത് കുതിർന്ന് കിടക്കുന്നത് കാരണം നമുക്ക് ഉണങ്ങിയ ഇലകൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, വാരിയെടുക്കാൻ. അതെല്ലാം അഴുകിപ്പോയി, മണ്ണിനോട് ചേർന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉണങ്ങിയ വാഴയുടെ ഇല അത് നമുക്കിതിനകത്തേക്ക് പറിച്ച് നിറയ്ക്കാം. കണ്ടോ, ഇപ്പം ഈ സമയത്തെന്ന് പറഞ്ഞാൽ വാഴയുടെ ഇലയെല്ലാം അഴുകി നിൽക്കുമായിരിക്കും. അപ്പോൾ പറ്റുന്നത്ര എടുക്കാം. ഇതെല്ലാം ഞാൻ പറിച്ചുകൊണ്ട് പോയി ടെറസേലെ നമ്മുടെ ഗ്രോ ബാഗൊക്കെ നിറയ്ക്കാൻ വേണ്ടി എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് വാഴയുടെ ഇലകളെ ഇവിടുന്ന് കിട്ടാനുള്ളൂ, ഉള്ളതാട്ടെ. കണ്ടോ, പിന്നെ അവിടെയൊക്കെ അഴുകിയത് കിടക്കുന്നുണ്ടോ. എനിക്ക് നല്ലത്തേലോട്ട് ഈ വാഴയ്ക്ക് പെട്ടെന്ന് കറയുണ്ട്. ഇത് കറയായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കറ പിടിക്കും. അപ്പം ഞാൻ അവിടുന്ന് പറ്റുമെങ്കിൽ അതും കൂടി എടുക്കാവേ. എന്നിട്ട് ഇത് നമുക്ക് കൊണ്ടുപോയി ഗ്രോ ബാഗിനകത്ത് ഇട്ടിട്ട് വരാം. വാ, പിന്നെ നമുക്ക് ചാക്കിനകത്തിടാം. കുറേശ്ശെ ഇടാം, അല്ലെങ്കിൽ ഇതിനകത്ത് കൊള്ളാതെ വരും. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, വാഴയുടെ കച്ചി അല്ലെ വാഴക്കച്ചി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഉണങ്ങിയതിന് നമ്മൾ വാഴക്കച്ചി എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണോ പറയുന്നതെന്ന് അറിയത്തില്ല. നിങ്ങളുടെ സ്ഥലത്ത് വേറെ എന്തെങ്കിലും ഇതിന് പേര് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മളിവിടെ നമ്മുടെ സ്ഥലത്തൊക്കെ വാഴക്കച്ചി എന്ന് പറയാറുണ്ട്, പണ്ട് മുതലേ ഇങ്ങനെ കേൾക്കും. അപ്പോൾ പറ്റുന്നത്ര വാഴയില ഇട്ടു. ഉണ്ടോ, വാഴയിലക്കകത്താണെങ്കിൽ നന്നായിട്ട് പൊട്ടാസ്യത്തിൻ്റെ അളവുണ്ട് കേട്ടോ. ചെടികൾ വളരാനും കായ്ക്കാനും പൂക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് പൊട്ടാസ്യം. അപ്പം നമ്മൾ ഇതും കൂടെ ഇതിനകത്തേക്ക് നിറച്ചു. അപ്പോൾ ചാക്കിന് ഷേപ്പും ഭംഗിയൊക്കെ നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് നിറയ്ക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോണം കേട്ടോ. ഭംഗിയിലൊന്നും ഒരു കാര്യമില്ല, എന്നാലും ഇനി ഭംഗി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് നിറച്ച് വെക്കാം. അപ്പം ഞാൻ ഇത്രയും ഉണങ്ങിയ ഇല ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണ് വേണം. ചേമ്പ് നടുമ്പോഴേ ചേമ്പിന് നല്ലൊരു കിടിലൻ വളവും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റുമേ. ഞാൻ കാണിച്ചു തരാം. ചക്ക പറിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാതെയോ പഴുത്ത് ചാടിപ്പോയിട്ടോ ഒക്കെ അവിടെ കിടന്നിട്ട് ഉണങ്ങിപ്പോകുന്നതാണേ. അപ്പം ഞാൻ അതിനെ ഇതിനകത്തോട്ട് കോരിയെടുക്കാം. ഇങ്ങനെ വെച്ചിട്ടേ ഇതിനെ ഇതേ പഴി ഉണ്ടോ. ഈ ചക്കക്കുരു കിളുക്കത്തൊന്നും ഇല്ല കേട്ടോ, ഒന്നും പേടിക്കണ്ട. ഇതുപോലെ അഴുകിയ ചക്കത്തുണ്ട്. ഇപ്പം ചില ആൾക്കാരാണെങ്കിൽ ഈ ചക്ക പഴുത്ത് ചാടുന്നതിനെയൊക്കെ നമ്മൾ കൂടിനകത്തൊക്കെ ഇട്ടിട്ട് കമ്പോസ്റ്റ് ആക്കി മാറ്റും. ഇല്ലെങ്കിൽ ഇതുപോലെ കിടന്നതിനെ നമ്മൾ ഇങ്ങനെ കോരിയെടുത്താലും മതി കേട്ടോ. ഞാൻ ഇവിടെ കിടക്കുന്ന ഇതിപ്പോൾ ഒരു 1-2 ചക്കകളുണ്ടായിരുന്നേ, അതിനെ ഞാൻ ഇതുപോലെ കോരിയെടുത്തു കേട്ടോ. ഇത് നല്ല കിടിലൻ വളമാണ്. ഈ ഒരൊറ്റ വളം കൊടുത്താൽ മതി, വേറൊന്നും കൊടുത്തില്ലെങ്കിലും ചേമ്പ് നിറച്ച് കായ്ക്കും. അപ്പോൾ ഇതും കൂടെ കൊണ്ടുപോയി നമുക്ക് ചാക്കിനകത്തോട്ടിടാം. അപ്പോൾ ഉണങ്ങിയ ഇലയുടെ മേളിലോട്ട് നമ്മൾ ഇതായിട്ട് കൊടുക്കുന്നത് കണ്ടോ. ഇത് നല്ല വളവുമാണ്, നല്ല മണ്ണുമാണ്, ഒക്കെയാണ് കണ്ടോ. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ മണ്ണിൻ്റെ അകത്ത് ചെറിയൊരു കുഴി പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാണേ. നമ്മൾ ചേമ്പ് നടാനായിട്ട് മണ്ണിൽ കുഴി ഉണ്ടാക്കത്തില്ലേ, അത് തന്നെ പരിപാടി. ഇങ്ങനെ നമ്മൾ കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്തോട്ട് ഞാൻ ഇത് കുറച്ച് ചാണകപ്പൊടിയാണേ ഇടുക. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ വേറെ ചാണകപ്പൊടി എടുത്തില്ല. അപ്പോൾ ഈ ചാണകപ്പൊടി ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതേപോലത്തെ അഴുകിയ കമ്പോസ്റ്റൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ചേമ്പിന് വേറെ ഒരു വളവും വേണ്ട. പിന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇനി ഇതിനകത്തോട്ട് ഇടുന്നത് എന്നാണെന്നറിയോ, ഇതേ ചേമ്പ് കൊണ്ടുവന്ന് ഞാൻ ഈ ചാരത്തിനകത്ത് മുക്കി വെച്ചാണ്. ചാരമൊക്കെ നനഞ്ഞിരിക്കുമോ മഴ കാരണം. അപ്പം നമ്മൾ ഈ ചാരം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ ചാരം ശരിക്കും പറഞ്ഞാൽ അരികിൽ കൂടെ ഇട്ടിരിക്കുന്നത്, നടുക്ക് ചാണകപ്പൊടി തന്നെയാണ് കേട്ടോ. ചേമ്പിന് എപ്പോഴും നമ്മൾ ചേമ്പ് പറിക്കുമ്പോൾ അറിയാം കരിക്കൻ പോലത്തെ, അത് ചേനയ്ക്ക് മാത്രമല്ല ചേമ്പിനും കരിക്കൻ്റെ വരാറുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, അത് സൈഡും വഴി നമ്മൾ ആ ചാര ഇട്ടതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇത് കുറച്ച് എല്ലുപൊടിയാണേ. ആ എല്ലുപൊടി ഞാൻ ആ ചാണകപ്പൊടി ഇട്ട ഭാഗത്തേക്കാണ് ഇടുന്നത് കണ്ടോ. എല്ലുപൊടി ഇട്ടു.
പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ട്രൈക്കോഡർമയാണേ, മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളൊന്നും വരാതിരിക്കാൻ അത് നമ്മൾ ചാണകപ്പൊടി ഇട്ടെടുത്തോട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് കൂട്ടിയിളക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചേമ്പിന് ഒരു രോഗവും വരത്തില്ല. ഇഷ്ടം പോലെ ചേമ്പും വിത്ത് ഈ ചാക്ക് നിറച്ചുണ്ടായി കിട്ടുകയും ചെയ്യും. ഈ ചാക്കിനകത്ത് വെച്ചാലത്തെ ഗുണം, ചേമ്പും വിത്തിന് സൈഡിലോട്ട് ചെല്ലുമ്പം പറ്റിയില്ലെങ്കിൽ താഴേക്ക് അവരിറങ്ങും. എങ്ങനെ നോക്കിയാലും ഇത്രയും പൊക്കം കണ്ടോ. ഇനി നമ്മൾ ചേമ്പ് വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇത് അവിയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് മുകളിലോട്ട് വളവും ചാണകപ്പൊടിയും മണ്ണും ഒക്കെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചെയ്യുന്നത് ഈ ചേമ്പിൻ്റെ വിത്താണേ. ഈ ചേമ്പിൻ്റെ വിത്തിനെ ഞാൻ ഇതേപോലെ വെച്ച് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് മണ്ണ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഇല്ല, ഇങ്ങനെ നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ട് ഒന്ന് മൂടി കൊടുക്കും കേട്ടോ. കണ്ടോ, ലെവലാക്കി കൊടുക്കണം. മുള പൊട്ടുമ്പം പെട്ടെന്ന് മുളയ്ക്ക് പൊങ്ങി വരാൻ വേണ്ടിയാണ് മുകളിൽ നമ്മൾ കൂട്ടി വെക്കാത്തത്. പണ്ട് കാലത്തൊക്കെയാണ് ചേമ്പ് നടുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് മണ്ണിങ്ങനെ കൂട്ടി തന്നെയാണ് കൊടുക്കുന്നത്. എന്നാലും അവർ മുളച്ചു വരും. അപ്പം നമ്മൾ ചാക്കിന്, അപ്പം നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ചാക്കിന് ഞാനിവിടെ ഹോളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിലും ചാക്കിനകത്തുനിന്ന് വെള്ളം ഉതിർന്നു പൊക്കോളും, പേടിക്കണ്ട. അപ്പം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് എന്തെങ്കിലും ശീമക്കൊന്ന പോലെയുള്ള പച്ചിലകളോ അല്ലെങ്കിൽ നമുക്ക് ഉണങ്ങിയ ഇലകളോ വാഴയിലയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ശീമക്കൊന്ന കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് ഞാൻ കുറച്ച് ശീമക്കൊന്ന ഒടിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ട് അതും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇനി കണ്ടോ, ഇതുപോലെ നമ്മൾ പൊതയായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ശീമക്കൊന്നയ്ക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഇത് നല്ലൊരു പച്ചിലവളമാണ്, നൈട്രജൻ ധാരാളം അടങ്ങിയൊരു വളമാണ്. അതുകൂടാതെ തന്നെ ഒരു വല്ലാത്ത മക്ക് മണമുണ്ട്. അത് രോഗങ്ങളെ, മണ്ണിൽ കൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെയൊക്കെ നല്ലൊരു പരിധിവരെ മാറ്റി നിർത്താനും സഹായിക്കുന്നതാണ്. അപ്പോൾ ശീമക്കൊന്ന ഉള്ളവരിടുക, ഇല്ലാത്തവർ എന്താണോ ഉണങ്ങിയ ഇലകളോ അല്ലെങ്കിൽ പേപ്പറോ കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പൊത ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. ഈ ചേമ്പിനെ ഒരു 4-5 മാസം ആകുമ്പോൾ മുതലേ നമുക്ക് ഇവരെ വിളവെടുത്ത് തുടങ്ങാം കേട്ടോ. കറിക്കൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇവർ വളർന്നു കയറും. ഒരു 1.5 മാസമൊക്കെ ആകുമ്പം ഇപ്പം നമ്മൾ ചാണകപ്പൊടിയും ചാരവും ഒക്കെ കൂടെ വളമായിട്ട് കൊടുത്തില്ലേ, അതേപോലെ സൈഡും വഴി ഒരു 1.5 മാസമൊക്കെ ആകുമ്പം ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു 1.5 മാസം, അല്ലെങ്കിൽ നമുക്ക് വിളവെടുക്കാൻ വരുന്നതെന്ന് പറയുന്നത് ഒരു 5 മാസത്തെ സമയമാണ്. അതിനിടയിൽ ഒരു 3 തവണ വളം കൊടുക്കുവാണെങ്കിൽ ഈ ചാക്ക് നിറച്ച് ചേമ്പ് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പം സ്ഥലപരിമിതി ഉള്ളവർക്ക് പറ്റിയ ഒരു രീതിയാണ് ഈ ചാക്കിലെ ചേമ്പ് കൃഷി. അപ്പം സ്ഥലമുള്ളവർക്കായാലും സ്ഥലമില്ലാത്തവർക്കായാലും ഇതേപോലെ നമുക്ക് ചാക്കിൽ ചേമ്പിനെ നട്ട് വളർത്തി ഇഷ്ടം പോലെ വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പം മടി പിടിച്ചിരിക്കാതെ ഇപ്പം തന്നെ, ഇത് നല്ല സമയമാണ്. ഇപ്പം നമ്മൾ ചേമ്പും വിത്ത് നട്ടു കൊടുത്താലും ചേമ്പിൻ തട നട്ടു കൊടുത്താലും ഇഷ്ടം പോലെ പെട്ടെന്ന് വളർന്നു കിട്ടും. മാത്രമല്ല ആ മഴയോട് ചേർന്നവർക്ക് നല്ലൊരു വളർച്ചയും കിട്ടും. അതുകൊണ്ട് മടി പിടിച്ചിരിക്കാതെ മഴയൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് ശകലെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഇതേപോലൊരു ചാക്കോ ഗ്രോ ബാഗോ, നമ്മൾ ഈ അരി വാങ്ങിക്കുന്ന ചാക്കൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളതിനകത്താണെങ്കിലും ചേമ്പ് നട്ട് ഇഷ്ടം പോലെ വിളവെടുക്കാനായിട്ട് ശ്രമിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.